നമ്മുടെ ബാച്ചുകാരാണ് ഇവിടെ 75%. Okay. Okay, dears, shall we start? Okay. അപ്പോൾ all the best. അപ്പോൾ start ചെയ്യാം Thank you. Samna ma'am. ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് സംന. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം സ്വദേശിയാണ്. മുംബൈ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 23rd ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്ററാണ്. കൂടാതെ ചെറുതായിട്ട് കഥ, കവിത തുടങ്ങിയ നിർമ്മിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആണ് ഇവിടെ അവതാരകരായിട്ട് എത്തുന്നത്. വേഗതയേറിയ ഈ ഒരു കാലഘട്ടത്തിൽ ട്രെയിനിങ്ങിന്റെ സാധ്യതകൾ വ്യത്യസ്തവും വിശാലവുമാണ്. നമുക്കറിയാം, നമ്മൾ പല പല നോളജ് ഇപ്പോ ചെറിയ ചെറിയ റീൽസ് ആയിട്ട് പല ട്രെയിനേഴ്സിന്റെ വീഡിയോ അല്ലെങ്കിൽ റീൽസ് ഒക്കെ രൂപത്തിലാണ് നമ്മൾ പല അറിവുകളും നമ്മൾ നേടുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഹ്യൂമൻ മെന്റൽ ഹെൽത്ത് ഏരിയയിലാണ് ഞാൻ റൈറ്റിംഗ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത് മാത്രം പ്രായോഗികമല്ല എന്ന് മനസ്സിലായ ഒരു സമയത്താണ് ഞാൻ ഈ വിംബിൾ കോഴ്സിന്റെ ഭാഗമാവുന്നത്. അപ്പൊ എന്റെ പ്രതീക്ഷകൾക്ക് മുകളിലായി എന്നെ വിംബിൾ അക്കാദമി മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാം. വിംബിൾ അക്കാദമി അല്ലെങ്കിൽ ഫൈസൽ സർ ആൻഡ് അർച്ചനാണ്. എന്റെ കവി ഭാഷയിൽ പറയുകയാണെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു പരകായ പ്രദേശം പോലെയായിരുന്നു. ഞാൻ മറ്റൊരു വ്യക്തിയായ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും കോൺഫിഡൻസിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയതിന് വിംബിൾ അക്കാദമിയോടും ഫൈസൽ സർ ആൻഡ് അർച്ചനയോടും ഞാൻ പ്രത്യേകം നന്ദി അവസരത്തിൽ പറയുന്നു. ഇന്ന് ട്രെയിനേഴ്സ് ടോക്കില് ഇന്ന് ഒരു സെഷനുമായി നമ്മുടെ മുന്നിലെത്തുന്നത് ഷബ്ന മൻസൂർ മാം ആണ്. മാം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. മാത്രമല്ല ഒരു EFT ട്രെയിനർ ആൻഡ് റെമഡിയൽ എഡ്യൂക്കേറ്റർ കൂടിയാണ്. ഞാനൊരു ടീച്ചർ ആയിരുന്നു. അതിലെല്ലാം ഉപരി ഷബ്ന മാം നല്ലൊരു വ്യക്തിയാണ്. ഷബ്ന മാം ഇന്ന് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ജെൻ ആൻഡ് ജസ്റ്റ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. ജെൻ എന്ന് വെച്ചാൽ കാംനെസ്, ജസ്റ്റ് എന്ന് വെച്ചാൽ എനർജി. ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ജാപ്പനീസ് വേ ഓഫ് ലൈഫ് സ്റ്റൈലാണ് മാം ഇന്ന് നമ്മളോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മനോഹരമായ എനർജറ്റിക് ആയ ഒരു സെഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനായി ഷബ്ന മാമിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സംന. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻട്രോ ആയിരുന്നു. ഒന്ന് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒന്ന് മേലേക്ക് ഉയരാൻ വേണ്ടി പറ്റിയിട്ടോ. താങ്ക് യു സോ മച്ച്. ഒന്ന് എനർജി കിട്ടി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഒരിക്കൽ കൂടി. എല്ലാവരും റെഡി അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? Yes, yes, we are ready. Yes ma'am. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങാറുണ്ട്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. look Okay. forward to it all the time. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സുസ മാം. താങ്ക് യു ഷാനാസ്. ഓക്കെ, അപ്പൊ ഞാൻ 3 തരത്തിലുള്ള യാത്രക്കാരെ കുറിച്ചിട്ട് പറയാം. ഇതിൽ ഏതിലാണ് നിങ്ങൾ പെടുക എന്നൊന്ന് നോക്കണം കേട്ടോ. ഒന്നാമത്തെ യാത്രക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പർപ്പസ് ഒക്കെ ഉള്ള ആളാണ്. ലക്ഷ്യത്തിലെത്താനൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എനർജറ്റിക് ആണ് ആള്. പക്ഷെ നല്ല വികലിത്തത്തിന് ഉള്ളിലുള്ള ആളാണ്. ചുറ്റൊന്നും കാണാൻ പറ്റില്ല. അയാൾക്ക് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സമാധാനമല്ലേ ഉള്ളില്, വികലിത്തരമുള്ള കാരണം കൊണ്ട്. അങ്ങനത്തെ ഒരാള്. രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സമാധാനമുണ്ട്. സമാധാനത്തിന് ഒരു കാരണമുണ്ട്. ലക്ഷ്യമില്ല ആൾക്ക്. എത്തേണ്ട സമയത്ത് എത്തട്ടെ. അങ്ങനെ ഒരാള്. മൂന്നാമത്തെ ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമുണ്ട്, പർപ്പസ് ഉണ്ട്, നല്ല ജീവിതത്തിലുള്ള ഒരു ആവേശം ഉണ്ട് ആൾക്ക്. നല്ല ആവേശമുള്ള ഒരു വ്യക്തി, എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തി. ഇതിലേതിലാ നിങ്ങൾ പെടുക? ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ. ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ഏതിലാ പെടുക എന്ന്. ഇതില് മൂന്നാമത് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ,
ഇദ്ദേഹമാണ് സെൻ ആൻഡ് സെസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഒരു കാംനെസ്. സെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജി, ഒരു ജീവിതത്തിനോടുള്ള ഒരു ആവേശം എന്ന് പറയില്ലേ, അതാണ് സെസ്റ്റ്. രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അല്ലെ. പക്ഷെ രണ്ടും കൂടിയിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പോയാലാണ് നമുക്ക് ജീവിതം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സെൻ ആൻഡ് സെസ്റ്റ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലെ. നമ്മള് പല കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യുന്നുണ്ട്. പാട്ട് കേൾക്കും, ഇപ്പൊ പലരും സെഷൻ കാണുന്നത് പോലും അതിലാണ് അല്ലെ. അപ്പോ അതില് ചാർജിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. ചാർജ് പോയാൽ പിന്നെ ഫോൺ ഒന്നിനും പറ്റില്ലല്ലോ. ആ ചാർജാണ് നമ്മുടെ സെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണില്ല, പക്ഷെ അതാണ് നമ്മുടെ എന്താ പറയാ ജീവാത്മാവ്, ആ കാംനെസ്, ആ ഉള്ളിലുള്ള അതാണ് സെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മൊബൈൽ ഫോണിന് ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിനെ നമുക്ക് സെസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ സെസ്റ്റ് പോയിട്ടുണ്ടെങ്കിലും ഡിസ്പ്ലേ പോയിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ചാർജ് മാത്രം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ചാർജ് ഉണ്ടായിട്ട് ഡിസ്പ്ലേ ഇല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഇവർ രണ്ടും തമ്മിലുള്ള കണക്ഷൻ. രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സെൻ ആൻഡ് സെസ്റ്റ് അന്വേഷിച്ച് പോണത് എവിടെ അറിയോ? ജപ്പാനിലെ ലൈഫ് സ്റ്റൈലാണ്, അവരുടെ ഫിലോസഫിയിലാണ്. ജപ്പാൻകാരുടെ പ്രത്യേകത അറിയോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചവരാ. അതെ, വെരി ഗുഡ് സുസ മാം, വെരി ഗുഡ്, താങ്ക് യു. അപ്പോ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് റെസിലിയൻസ് പവർ ഉള്ള ആൾക്കാരാണ്. അവർക്ക് എന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഇട്ട സ്ഥലമാണ്. എന്നിട്ട് നശിച്ചിട്ട് പോലും അവർ ഉയർത്തെഴുന്നേറ്റ ആൾക്കാരാണ് അല്ലെ. എന്നിട്ട് അവര് ലോകത്തില് വമ്പന്മാരായി. പൈസയുടെ കാര്യത്തിലായാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ഒക്കെ അവര് വമ്പന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവര്. അപ്പോ പിന്നെ അത് മാത്രല്ല, പ്രകൃതിനെ അവരിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോ നോക്കിയാലും ഭൂകമ്പമായിട്ടും സുനാമി ആയിട്ടും ഒക്കെ അവരെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അതിനവര് അതിജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇന്നിന്റെ പ്രത്യേകത അറിയാലോ എല്ലാവർക്കും. ഇന്നെന്താ പ്രത്യേകത? ഇന്ന് നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? യുദ്ധം, സാമ്പത്തിക അരക്ഷിതത്വം, അതൊക്കെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ റെസിലിയൻസിന്റെ രഹസ്യം, ഇവരുടെ പർപ്പസിന്റെ, ഇവരിങ്ങനെ ആയുസ്സുള്ളവരായിട്ട് ജീവിക്കുന്നതിന്റെ, ഹാപ്പിനെസിന്റെ, ഇവരിങ്ങനെ വർക്ക് ഹോളിക്ക് ഇങ്ങനെ ജീവിതം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒക്കെ രഹസ്യം അന്വേഷിച്ച് പോവുക എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു യുദ്ധം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അവരിൽ നിന്ന് നല്ലത് പകർത്തുക എന്നുള്ളത്. നമുക്കൊന്ന് മെല്ലെ പോയി നോക്കാം അവരുടെ ജീവിതത്തിലേക്ക്. റെഡി അല്ല എല്ലാവരും? യെസ് യെസ്. ഓക്കെ. നമ്മള് ഫസ്റ്റ് തന്നെ പറയാൻ പോണത് ഇക്കിഗായിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഇക്കിഗായ് എന്ന് പറഞ്ഞ ഫിലോസഫീനെ പറ്റിയിട്ട് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത് ഇക്കിഗായ് എന്ന് പറഞ്ഞാല് നമുക്ക് കാലത്ത് എണീക്കാനുള്ള ഒരു റീസൺ തരുന്ന ഒരു സാധനം എന്നാണ് പറയുന്നത്. നമ്മുടെ പർപ്പസ്. അപ്പൊ എണീക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ചായ അഡിക്ഷൻ ഉണ്ടായിരുന്നു. ചായ ഇപ്പില്ല, മുമ്പ് നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പൊ രാവിലെ എണീക്കുമ്പോ ഞാൻ വിചാരിക്കും ചായ കുടിക്കാലോ എന്ന് വെച്ചിട്ടാണ് എണീക്കുക. അപ്പൊ ആ ഒരു കാരണല്ല, റീസൺ അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് പർപ്പസ്, ജീവിതത്തിലെ പർപ്പസ് ആണ് പറയുന്നത്, നമ്മുടെ അഡിക്ഷൻ എന്നല്ല പറയുന്നത്. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ 4 കാര്യങ്ങളിൽ പോയിട്ടാണ് നോക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് എവിടെ വെച്ചാല് നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം. പൈസ കിട്ടിയില്ലെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. അത് ചിലപ്പോ കുക്കിംഗ് ആവാം, ചിലപ്പോ കഥ പറയലാവാം, ഡാൻസ് ആകാം, പാട്ടാകാം. അത് ഏതാന്നുള്ളത് നോക്കുക. അതിങ്ങനെ എഴുതി വെക്കുക. സ്ഥലത്തിരുന്നിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇപ്പൊ നിങ്ങൾ എഴുതണം എന്നില്ല, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത്. രണ്ടാമതായിട്ട് നോക്കേണ്ടത് നമ്മൾ എന്തിലാണ് സ്കില്ലുള്ളത് നമുക്ക് എന്നുള്ളത്. അത് എഴുതി വെക്കുക. മൂന്നാമതായിട്ട് ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അപ്പൊ ചിലപ്പോ നമ്മൾ ഒരു ചെടി വെക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്നതായിരിക്കാം,
ആശ്വസിപ്പിക്കുന്നതാകാം ആരെങ്കിലും, അങ്ങനെ എന്തും ആവട്ടെ അത് എഴുതി വെക്കുക. അടുത്തത്, നമുക്ക് ജീവിക്കാനൊക്കെ പണം വേണ്ടേ? അപ്പൊ എന്ത് വർക്ക് ചെയ്താലാണ് നമുക്ക് പണം കിട്ടുക, പണം തരാൻ ആൾക്കാർ റെഡി ആവുക എന്നുള്ളത് നോക്കുക. അങ്ങനെ ഈ 4ഉം കൂടി ചേരുന്നതുണ്ടല്ലോ, 4ലും കോമൺ ആയിട്ട് വരുന്നത്, അതായിരിക്കും നിങ്ങളുടെ ഇക്കിഗായി എന്ന് പറയുന്നത്. ഈ ഇക്കിഗായി കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഫഷൻ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് നേരവും ദിവസം ചെയ്യുന്നത് നമ്മുടെ ജോലിയല്ലേ. അപ്പോ നമുക്ക് പർപ്പസ്ഫുൾ ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു ജീവിതത്തിന് ഒരു അർത്ഥമില്ല, രാവിലെ പണിക്ക് പോകണു വൈകിട്ട് വരണു അതെന്നെ റിപ്പീറ്റ്, ഒരു സുഖമില്ല എന്ന് പറയും. അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇക്കിഗായി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്നുള്ളതാണ്. അപ്പൊ കരിയർ കൗൺസിലിങ്ങിനൊക്കെ പിള്ളേരെ പറഞ്ഞയക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു ഇക്കിഗായി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരുടെ കരിയർ സെറ്റ് ചെയ്യണമെങ്കിൽ അവരെ നമുക്ക് നല്ല കോഴ്സ് എടുക്കാനും നല്ല പ്രൊഫഷനിൽ എത്തിക്കാനും, അവർക്ക് ഇഷ്ടപ്പെട്ടത് കോഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലൊക്കെ എത്തിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് എനർജറ്റിക് ആയിട്ടും സമാധാനത്തിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ എൻ്റെ ഒരു ഇക്കിഗായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് ആണ്. ഞാനത് കുറെ കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചത്. മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു നൽകുക. നിങ്ങളുടെ ഇക്കിഗായി എന്തായിരിക്കും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ 4 കാര്യങ്ങളും കോമൺ ആയിട്ട് വരുന്നത് 2 കാര്യമുണ്ട്, കൗൺസിലിംഗ് ആൻഡ് ടീച്ചിങ്. 2 3 പലതരം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി ബാക്കിയുള്ളവർ പറയൂ, ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. കണ്ടെത്താനായിട്ടില്ല. ടീച്ചിങ്, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും ഇല്ലാതെ തോന്നുന്നു അല്ലെ? എല്ലാവരും എഴുതിയിട്ടുണ്ട്, ഇതിലുണ്ട്. ഹെൽപ്പിംഗ് പീപ്പിൾ ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോ എല്ലാരും ഒന്ന് വീഡിയോയില് വരാം കേട്ടോ. ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ നോക്കുമ്പോ നല്ല സെന്ന് തോന്നുന്നുണ്ട്, കാമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ സെസ്റ്റ് ഇല്ല, ഒരു എനർജി ഇങ്ങോട്ട് കിട്ടുന്നില്ല. ആകെ ഒരു 3 പേര് സ്ക്രീനിലുള്ളൂ എനിക്ക് എനർജി തരാൻ വേണ്ടിയിട്ട്. എല്ലാരും ഒന്ന് വരൂ, സ്ക്രീനില് വീഡിയോ ഓൺ ആക്കിയിരിക്കും പറ്റാവുന്നവരൊക്കെ. അപ്പൊ നമുക്ക് അടിപൊളിയാക്കാം, എനർജറ്റിക് ആക്കാം, സെസ്റ്റ് ഫുൾ ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് 2ാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഷോഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോ നിങ്ങളിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എന്ത്, ഞാനൊക്കെ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തുക ദയവായിട്ട്. ഇല്ലെങ്കിൽ അതൊന്ന് അഭിനയിക്കുക, ബിഗിനേഴ്സ് മൈൻഡ് സെറ്റോട് കൂടി ഒന്ന് അഭിനയിച്ചിരുന്നാല് നിങ്ങൾക്ക് ഇത് ഓഫാക്കി പോകാണ്ട് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ബോറടിച്ചിട്ട് പോകും. അപ്പൊ നമുക്ക് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്താ കാര്യം, നമുക്ക് ബോറടിക്കാണ്ട് അവിടെ ഇരിക്കാൻ പറ്റും ഒരു ക്ലാസ്സിലൊക്കെ. അപ്പൊ നമ്മള് ഒരു ട്രെയിനിങ്ങിലൊക്കെ ഞങ്ങളെ BEdന്റെ സാറ് പറയാറുണ്ട്, നിങ്ങൾ ഏത് പ്രായം എത്ര ക്ലാസ് എടുത്തിട്ടായാലും ക്ലാസ് എടുക്കാൻ പോകുമ്പോ നിങ്ങള് ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോണ പോലെ പോകണം എന്ന് പറയും. എന്താ കാരണം, നമ്മള് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിലെ ട്രെയിനേഴ്സ് ആണല്ലോ, ഞാനിപ്പോ കാണുന്നവരൊക്കെ ട്രെയിനേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തത് ഏത് ക്ലാസ്സിനായിരുന്നു? ഏറ്റവും എനർജറ്റിക് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് പേടിച്ച് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്തത് ഫസ്റ്റ് ക്ലാസ്സിനായിരിക്കും അല്ലെ? അപ്പോ ആ ഫസ്റ്റ് ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ നമുക്ക് എന്നും ആ എനർജി നിലനിർത്താനും ക്യൂരിയോസിറ്റി നിലനിർത്താനും ഒക്കെ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു കഥ പറയാം ഞാന്. ഇപ്പോ ജപ്പാനിൽ തന്നെ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് എല്ലാം അറിയാം, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അയാള്. അപ്പൊ അയാള് ഈ ഒരു സെൻ ഗുരുവിന്റെ അടുത്ത് പോയി. എന്തിനാ പോയെച്ചാല് അയാൾക്ക് മനസ്സമാധാനം കിട്ടുന്ന അറിവുകൾ നേടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സെൻ ഗുരുവിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതൊക്കെ അങ്ങോട്ട് വിളമ്പി കൊടുത്തു ഗുരുവിന്റെ അടുത്ത്. ഗുരു എന്തോ പണി ചെയ്തു, ഒന്നും വേണ്ടിയില്ല. ഗുരു ഒരു ചായക്കപ്പില് നിറയെ ചായ നിറച്ചു കൊടുന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഫ്ലാസ്കിൽ നിന്ന് കുറെ ചായ വീണ്ടും അതിൽ ഒഴിച്ചു.
അപ്പോ അയാൾക്ക് ആകെ വെപ്രളായി, അയാളുടെ മേലൊക്കെ ആകെ ചായയായി. അപ്പൊ അയാൾക്ക് എന്താ ഗുരു ഇതെന്താ ചെയ്യണതെന്ന് ചോദിക്കും. അപ്പൊ ഗുരു പറയും, ഇതുപോലെയാണ് നിന്റെ മൈൻഡ് ഇപ്പോ, മൈൻഡ് ഫുള്ളാണ്. ഇങ്ങനെ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉള്ളിൽ കേറില്ല. നീ തുടക്കക്കാരന്റെ ഒരു വിനയത്തോട് കൂടിയിട്ട് ഒരു ബ്ലാങ്ക് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ മനസ്സ്, അപ്പൊ നമുക്ക് അതില് കുറെ നോളജ് നടക്കാൻ വേണ്ടി പറ്റും എന്ന് പറയും. ജോൺ ലോക്കി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് നമ്മളൊക്കെ ജനിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ ബ്ലാങ്ക് സ്ലേറ്റ് ആന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. ഒരു ക്ലാസ്സിന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പണി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഗ്രോത്ത് ഉണ്ടാവും. നമുക്കവിടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഈ ഓപ്പൺനെസ് കാണിക്കുക എന്നാണ് പറയുന്നത്. എനിക്കെല്ലാം അറിയാന്നുള്ള ഭാവം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വിനയത്തോടും ഒന്നും അറിയാത്ത ഭാവത്തോടും കൂടിയിട്ട് വേണം, ആദ്യമായിട്ട് ചെയ്യുന്ന മനസ്സോട് കൂടിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, സമാധാനവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി തേർഡ് നമ്മൾ പറയുന്നതാണ് കൈസൻ. കൈസൻ എന്ന് പറഞ്ഞാൽ കൈ എന്ന് വെച്ചാല് ചേഞ്ച്. ഈ ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് സ്മോൾ സ്റ്റെപ്സ്, ബേബി സ്റ്റെപ്സ് ആയിട്ടാണ് ചേഞ്ച് വരുത്താൻ നോക്കേണ്ടത്. നമ്മൾ വീട്ടില് മേലക്ക് കയറണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങില് മേലക്ക് കയറുമ്പോൾ ചെറിയ സ്റ്റെപ്സ് ആണോ സുഖം കയറാൻ, അത് വലിയ സ്റ്റെപ്സ് ആണോ നമുക്ക് ആയാസം ഉണ്ടാക്കുക? ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും കയറാൻ എളുപ്പം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ജെയിംസ് ക്ലർക്കിന്റെ ആറ്റോമിക് ഹാബിറ്റ്സും 1% ഇംപ്രൂവ്മെന്റ് ഒക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടും ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ടല്ലോ. അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1% ഡെയിലി ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം എത്തുമ്പോഴത്തേക്കും നമുക്ക് ജീവിതത്തിൽ വലിയ ഗോൾസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നുള്ളത്. നമ്മൾ ന്യൂ ഇയറിനൊക്കെ വലിയ റെസൊല്യൂഷനൊക്കെ ഉണ്ടാക്കി വെക്കും. ഒരു മാസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ വേറെ ബുക്ക് വായിച്ചു തീർക്കണം, ഇത്ര ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മുടെ ബ്രെയിനാകെ പേടിച്ചു പോകും. ഒരു ട്രോമ കിട്ടിയ പോലെ ബ്രെയിന്. പിന്നെ ബ്രെയിൻ അത് വേഗം ഉപേക്ഷിക്കുകയും ചെയ്യും. അതിന് പകരം നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് നല്ല ഒരു മോട്ടിവേഷൻ കിട്ടും, വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ കിട്ടും. അതാണ് നമ്മുടെ കൈസൻ പറയുന്നത്. അപ്പോ ഇവര് എക്സസൈസിന്റെ കാര്യത്തില്, ബുക്ക് വായിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാലോ. ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഒരു പേജ് ദിവസം വായിക്കുക, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് കരുതിയിട്ട് അത് വായിച്ചാൽ കുറെ ബുക്സ് വായിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇവര് ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ, എക്സസൈസിന്റെ കാര്യത്തിൽ ഇവരുടെ എക്സസൈസിന്റെ പേരാണ് റേഡിയോ ടൈസോ. ഇത് 10 മിനിറ്റ് ആണ് ഈ ഒരു എക്സസൈസ് ഉണ്ടാവുക. അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 40% ആൾക്കാരും ചെയ്യുന്നുള്ളതാണ് ആ ഒരു എക്സസൈസ് അവരുടെ. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ അവർ പറയണെന്ന് വെച്ചാല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല, പല സമയത്തായിട്ട് കുറേശ്ശെ ചെയ്താലും മതി എന്നുള്ളതാണ്. അപ്പൊ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. നമ്മൾ കുറെ നേരം ഇങ്ങനെ അനങ്ങാണ്ട് ഒരു ഭാഗത്ത് ഇരിക്കണമെങ്കിൽ എന്തുണ്ടാവുക, നമ്മുടെ മെറ്റാബോളിസം ഒക്കെ കുറയും. 90%, അരമണിക്കൂർ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാബോളിസം 90% കുറയുന്നാണ് പറയുന്നത്. അറിയാലോ, ഇരിക്കുന്നത് സ്മോക്കിങ്ങിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ജപ്പാൻകാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, നമ്മൾ കൈ പൊക്കുന്നത്, തലയ്ക്ക് മുകളിൽ കൈ പൊക്കുന്നത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യുന്നുള്ളത്. പക്ഷെ ഒരു സത്യം എന്താ വെച്ചാൽ നമ്മൾ അധികവും തല താഴ്ത്തിയിരിക്കുകയാണ് മൊബൈലിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ എനർജി, നമ്മള് എക്സസൈസ് ചെയ്താൽ എന്തോരം എനർജി കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒരു കാര്യം, നമ്മളിപ്പോ കുറെ നേരം ഇരിക്കണോ, നമുക്കൊന്ന് അനങ്ങിയാലോ, ഒന്ന് കുറച്ചു നേരം ഒന്ന് ഇരുന്ന കൊണ്ട് എല്ലാരും ഒന്ന് കൈ പൊക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് സൈഡിലേക്ക് ഒരു മൂളിപ്പാട്ട് കൂടി പാടുകയാണെങ്കിൽ നല്ല എനർജി ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തോ, ഒന്ന് വെറുതെ ഇരിക്കല്ലേ. വെരി ഗുഡ് സൂസൻ മാം. ഇരിക്കുന്നവരൊന്നും മറിഞ്ഞിരിക്കണവരൊന്നും കാണാനില്ല കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ പണിയെടുക്കുന്നതിനിടയിലൊക്കെ ഒന്ന് എണീറ്റ് നടക്കുക ഒക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ, അല്ലെങ്കിൽ നമ്മള് ഓരോ പണികൾ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് എക്സസൈസ് ചെയ്യും. ഒരു 2 മിനിറ്റ് ഒക്കെ എക്സസൈസ് ചെയ്താൽ മതി എന്നാ പറയുന്നത്.
അതുപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കുന്നതൊക്കെ ഷുഗർ കുറയ്ക്കാനൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്. നല്ലതാണ്. അപ്പോ അങ്ങനെ നമ്മൾ വലിയ എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ പല സമയത്തായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ്. അടുത്ത സംഭവം, 4ാമത്തെ സംഭവം കേട്ടോ, അതാണ് ഹര ഹാച്ചി പൂ. കണ്ടിട്ട് കേട്ടിട്ട് പേടിക്കണ്ട. ഹാച്ചി എന്ന് പറഞ്ഞാല് 8, ഭൂ എന്ന് പറഞ്ഞാല് 10, ഹാര പറഞ്ഞാല് നമ്മുടെ വയറ്. അപ്പോ 10ൽ 8 ഭാഗം വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജപ്പാൻകാര് ഫുഡ് കഴിക്കല് നിർത്തുന്നാണ് പറയുന്നത്, എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട്. അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാല് നമ്മുടെ വയറ്റിന്ന് ഇങ്ങോട്ട് സിഗ്നൽ മെസ്സേജ് വരാൻ വേണ്ടിയിട്ട്, ബ്രെയിനിലേക്ക് മെസ്സേജ് വരാൻ വേണ്ടിയിട്ട്, വയറ് നിറഞ്ഞു എന്നുള്ള മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് കുറെ സമയം എടുക്കുന്ന പറയുന്നത്. അപ്പോ മെസ്സേജ് അവിടെ എത്തി വരുമ്പോഴേക്കും ഇവിടെ വയറ് ഫുള്ളായി നിറഞ്ഞ് പിന്നെയും ഫുള്ളായിട്ടുണ്ടാവും, താങ്ങാൻ പറ്റാത്തത്ര ഫുള്ളായിട്ടുണ്ടാവും. അപ്പൊ 80% കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഫുള്ളാവാൻ വേണ്ടിയിട്ട്. അത് ഒന്ന്. 2ാമത്തെ കാര്യം എന്താ വെച്ചാല്, നമ്മളിപ്പോ കല്യാണങ്ങൾക്കൊക്കെ പോകില്ലേ, അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ വയറ് നിറച്ച് കഴിക്കും. പിന്നെന്താ ചെയ്യാ നമ്മള് ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിടക്കായിരുന്നു പറയും, വിചാരിക്കും അല്ലെ. ഉറക്കം വരും നമുക്ക്. എന്താ കാരണം, നമ്മുടെ വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോ എല്ലാ എനർജിയും ഡൈജഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും നമ്മള്. അപ്പൊ ബ്രെയിനിൽ എനർജി ഉണ്ടാവില്ല. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രെയിന് വയറ് പകുതി 3/4 ഭാഗത്ത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു എനർജി കുറവിന്റെ പ്രശ്നം വരില്ല. എനർജി എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വേറൊരു രഹസ്യം എന്താ അറിയോ, നമുക്ക് ഇതിൽ കൂടെ കാലറി ഇൻടേക്ക് കുറക്കാൻ പറ്റും. കാലറി ഇൻടേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, IGF-1 എന്ന് പറഞ്ഞിട്ട്, ഇൻസുലിൻ ലൈക്ക് ഗ്രോ ഫാക്ടർ എന്നാണ് അതിന്റെ പേര്. ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രായം കൂട്ടണ സാധനമാണ്. ആർക്കും പ്രായാവ ഇഷ്ടമല്ലല്ലോ ഇവിടെ? പ്രായാവ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോ നമ്മള് ഈ കാലറി കുറയ്ക്കുക എന്നുള്ളതാണ് പ്രായമാവാണ്ടിരിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആക്കിയ ഒരാളെ നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമയിലെ മമ്മൂക്ക പല ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് എല്ലാ ഭക്ഷണവും കഴിക്കും, അത് കുറച്ചേ കഴിക്കുള്ളൂ എന്നുള്ളത്. അപ്പോ അതാണ് നമ്മുടെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഹര ഹാച്ചിബുന്റെ. പിന്നെ അവർ ചെയ്യണത് എന്താ വെച്ചാൽ നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണമാണ് കഴിക്കുക, നല്ല ഫുഡുകൾ കഴിക്കും. പിന്നെ അവര് കുഞ്ഞു പാത്രത്തില കഴിക്കുക. കുഞ്ഞു പാത്രത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനെ പറ്റിക്കാൻ പറ്റും നമുക്ക്. കുറെ കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക്. പിന്നെ വേറൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് ഈറ്റ് ചെയ്യുന്നുള്ളതാണ്. സാവധാനം കഴിക്കുമ്പോൾ ആ ഒരു ടൈമിങ് ഉണ്ടല്ലോ, ബ്രെയിനിലേക്ക് സിഗ്നൽ എത്തുന്ന ടൈമിങ്, അത് ശരിയായി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 1ാമത്തെ കാര്യം നമുക്ക് എനർജി കൂടും. 2ാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കുറെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റബോധം തോന്നും, ഇത്രയൊന്നും കഴിക്കേണ്ടിയിരുന്നില്ല, ക്ഷീണായി എന്നൊക്കെ. അപ്പൊ ആ ഒരു കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. ഇനി 5ാമത്തത് വാബി സാബി. വാബി സാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംപെർഫെക്ഷനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല എന്നുള്ള കാര്യമാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കുറ്റങ്ങളും കുറവുകളൊന്നും ഇല്ലാത്ത ആരും ഇല്ല. അത് നമുക്ക് റിലേഷൻഷിപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മള് ചുറ്റുള്ള നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് തെറ്റുകളൊക്കെ ചെയ്തെന്ന് വരും. നമുക്ക് ക്ഷമിക്കാൻ പറ്റും, കാരണം ആരും പെർഫെക്റ്റ് അല്ല. ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറ്റുന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ജപ്പാൻകാരുടെ ഒരു ആർട്ട് എന്ന് പറയുന്നത്. കിൻസുഗി എന്നാണ് ഈ ആർട്ടിനെ പറയുക. ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ.
അത് അവര് അവിടുത്തെ ഒരു ജപ്പാനിലെ രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായക്കപ്പ് അതൊരു ദിവസം നിലത്ത് വീണിട്ട് പൊട്ടി. അപ്പൊ അയാൾക്ക് ആകെ വിഷമായി. അപ്പോ അതെങ്ങനെയെങ്കിലും അത് ശരിയാക്കിയേ പറ്റൂ അയാൾക്ക്. ഇങ്ങനെ അവര് ചൈനയിലേക്ക് കൊടുത്തുവെച്ചു ഈ പാത്രം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് കുറെ ലോഹങ്ങളൊക്കെ വെച്ചിട്ട് ഈ വിള്ളലൊക്കെ മറച്ചിട്ട് കൊടുത്തുവെച്ചു. അപ്പൊ കാണാനുള്ള ഭംഗിയൊക്കെ പോയി. അതിന്റെ രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് അവിടെയുള്ള ജീവനക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുന്നു. അപ്പൊ അതില് ഉൾപ്പെട്ട ഒരാൾക്ക് തോന്നിയിട്ടുള്ള ആശയാണ് സ്വർണത്തിന്റെ പൊടിയിൽ ചാലിച്ചിട്ട് ഇത് ഒട്ടിക്കാന്നുള്ളത്. സ്വർണത്തിന്റെ പൊടി പശയിൽ ചാലിച്ചിട്ട് ഇത് ഒട്ടിക്കാന്ന്. അങ്ങനെ ഒട്ടിച്ചുണ്ടാക്കിയിട്ട് ആ പാത്രം വളരെ മനോഹരാക്കി. പണ്ടത്തേക്കാൾ മൂല്യം ഉണ്ടായി അതിന്. സ്വർണം കൊണ്ടല്ലേ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ജീവിതത്തിൽ ട്രോമകളൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമുക്കതൊക്കെ കുഴപ്പമില്ല, അതിന് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് അതൊക്കെ ഉൾക്കൊണ്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. മാത്രല്ല പഴയതിനേക്കാൾ മൂല്യം ഉണ്ടാവും. നമുക്കത് എക്സ്പീരിയൻസ് ആയില്ലേ അതിന്ന്. അപ്പൊ നമ്മുടെ മൂല്യം കൂടുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും ജീവിതത്തിൽ, അല്ലെ? പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് ചിലപ്പോ റിലേഷൻഷിപ്പ് നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട് നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തത് ജീവിതത്തിൽ സംഭവിക്കും, പല സംഭവങ്ങളും ഉണ്ടാവും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ഗ്രേസ് തരണേന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാബി സാബി പറയണത് ഈ ലോകത്ത് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്താൽ, എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും. ആ ഒരു ആക്സെപ്റ്റൻസ് ആണ് ഹീലിംഗിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. ആ സെൽഫ് ലവ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹീലിംഗ് സംഭവിക്കുന്ന ഉള്ളതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഞാൻ, നിങ്ങൾക്ക് ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ യുണീക്ക് ആക്കുന്ന ഒരു കാര്യം, പല ഇംപെർഫെക്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ യുണീക്ക് ആക്കുന്ന ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ, പറയണമെന്നില്ല. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക, മനസ്സിലാക്കി വെക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണു. ഇനി ആറാമത്തെ കാര്യമാണ് ദാൻ ഷാരി. ദാൻ ഷാരി എന്ന് പറഞ്ഞാല് നമ്മള് വിട്ട് കളയാന്ന് പറയും. അപ്പൊ ഈ വാക്കിനെ നമുക്ക് മൂന്നായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ദാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം റെഫ്യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി, പ്രത്യേകിച്ച് മാളുകൾ, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഓഫറൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാൻ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല, അപ്പൊ നമ്മളത് വാരിക്കൂട്ടും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ വാങ്ങുന്നതിന് മുന്നേ ആലോചിക്കുക, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ അവിടെ വെക്കുക, വാങ്ങണ്ട. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാൻ ഷാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്ലീനിങ്ങിനുള്ള ഒരു ഫിലോസഫിയാണ് കേട്ടോ സത്യത്തില്. ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടാകെ മെസ്സിയല്ലേ, നമുക്ക് ആകെ അടുക്കും ചിട്ടയില്ലാത്ത പോലെ തോന്നും. വീട്ടിലൊക്കെ ആകെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെ ആകെ ഭാരം പോലെ തോന്നും. നമ്മൾ വീട് സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങാതിരിക്കുക. ഇതിൽ മിനിമലിസം പ്രിൻസിപ്പിളും കൂടിയുണ്ട് കേട്ടോ, ഈ ഡാൻ ഷാരിയിൽ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി, ആവശ്യമുള്ളത് മതി എന്നുള്ള ഒരു പ്രിൻസിപ്പിള്. നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങി കൂട്ടാതിരിക്കുക. രണ്ടാമത്തത് ഷാ. ഷാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. ആവശ്യമില്ലാത്തതൊക്കെ ഒരു ദയം കാണിക്കാണ്ട് കളയുക. ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കളയാൻ തോന്നില്ല അല്ലെ. ഇപ്പൊ എന്റെ കയ്യിൽ പറയുകയാണെങ്കിൽ കുറെ ബുക്സ്, മാഗസിൻസ് ഒക്കെ കുറെ കാലം എടുത്തു വെച്ചിട്ട് ഞാൻ കളയുക.
അതുപോലെ ഇപ്പോഴും എന്റെ കയ്യിലുള്ള സാധനമാണ് CD ഉണ്ടല്ലോ, പണ്ടത്തെ CD. അതുപോലെ ടാപ്പ് റെക്കോർഡ് ഉണ്ട് പണ്ടത്തെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് എടുത്തു വെക്കുക. ഇപ്പൊ മൂന്നാമത്തെ കാര്യം G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നാൻ പാടില്ല ഒരു സാധനത്തിനോടും. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളോടും ഒക്കെ കളയുക. നമ്മൾ അതിന്റെ ആവശ്യം മാത്രം, സൗകര്യം മാത്രം നോക്കുക എന്നാണ് ഇവര് പറയുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ അതിനോട് അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് എടുത്തു വെക്കേണ്ട കാര്യമില്ല, ഒക്കെ കളയാം. ഇവരിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. അവര് പറയണത് എന്താ വെച്ചാല്, നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോ അത് നമുക്ക് എടുക്കുമ്പോ തന്നെ നമുക്കൊരു സ്പാർക്ക് കിട്ടും എന്നാ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇതുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് നല്ലതാണെന്നുള്ള ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. ഇല്ലെങ്കിൽ അതിനോട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അതവിടെ വെക്കുക. അങ്ങനെ ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വീട്ടിലേക്ക് കയറ്റരുത്. ഇനിയിപ്പൊ വാങ്ങിയിട്ട് ഉപയോഗം ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് കളയുക എന്നുള്ളതാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് ഒക്കെ ആവുമ്പോ മുസ്ലിംസ് ഒക്കെ വീട് ക്ലീൻ ആക്കിയിട്ട് കുറെ സാധനങ്ങളൊക്കെ കളയും. അങ്ങനെ അറബികളൊക്കെ ചെയ്യുന്നുണ്ട്. അവര് പിന്നെ ഫുള്ള് മാറ്റിയിട്ട്, ഗൾഫിലൊക്കെ ഫുള്ള് സാധനങ്ങൾ മാറ്റി കളഞ്ഞിട്ട് പുതിയത് വാങ്ങും. അത് കുറച്ച് ആർഭാടാണ്. നമ്മള് മിനിമലിസ്റ്റ് ആണ് ഇവിടെ നോക്കേണ്ടത് എന്നുള്ളത്. ഇതന്നെ നമ്മള് ഇമോഷൻസിന്റെ കാര്യത്തിൽ നോക്കാട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഉണ്ടോ നോക്കുക. നമ്മൾ ഡെയിലി കുളിക്കില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മള് മനസ്സ് ഡെയിലി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്നും രാത്രി നമ്മളൊന്ന് ചെക്ക് ചെയ്യുക മനസ്സിന്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ഉള്ളില് പക ഉണ്ടോ, അല്ലെങ്കിൽ സ്വയം കുറ്റബോധം ഉണ്ടോ, നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യുക, അതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, മൈൻഡ് ക്ലീൻ ചെയ്യുക. അപ്പൊ നമ്മുടെ വീടും ശരീരവും മനസ്സും ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് സമാധാനമായിട്ട് എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ ചെയ്യുക വെച്ചാല് EFT വഴിയാണ് ഞാൻ ക്ലീനിങ് നടത്താറ് മനസ്സ്. അപ്പോ എന്താ ചെയ്യാച്ചാൽ നമ്മൾ അക്യൂപ്രഷർ പോയിന്റ്സ് ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്തിട്ടാണ് കുറച്ച് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇത് കളയുക. ആ ടാപ്പിംഗ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ്. മെഡിറ്റേഷൻ വഴി നമുക്ക് കളയാൻ പറ്റും, പക്ഷെ ഇവിടെ ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലത്തെ ടോക്സിൻസും കൂടി പോകുന്നുള്ളതാണ്. നമ്മുടെ നെർവിന്റെ എൻഡുകളിലാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ അക്യൂപ്രഷർ പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാ ഓർഗൻസിലും എത്തും. അപ്പോൾ എല്ലാ സെല്ലുകളിലും ക്ലീനിങ് നടക്കും. സെല്ലുലാർ മെമ്മറിയിൽ പോയിട്ട് അവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട്, ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള EFT ആണ് കേട്ടോ. പല മെത്തേഡ്സും ഉണ്ട്, നമ്മൾ NLP ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്, എന്റെ ക്ലയൻസിലെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് EFT ആണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ നെഗറ്റീവ്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചിലപ്പോൾ നമ്മൾ പുറത്ത് നടക്കുമ്പോൾ നമ്മൾ എന്നും പല പല ആൾക്കാരെ കാണും അല്ലെ, നെഗറ്റീവ് ആൾക്കാരെയും കാണും. അവരിൽ നിന്ന് കിട്ടുന്നതൊന്നും നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് തരും. നമ്മൾ ആലോചിക്കുക, നമുക്ക് ആവശ്യമുണ്ട് അവർ പറയണത്, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയും കിട്ടും, ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്കൊക്കെ. അപ്പൊ അത് നമ്മൾ ആലോചിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണ്ട. അപ്പൊ നമ്മൾ പറയാ ക്യാൻസൽ 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 എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അവരെ അവിടെ തടയാൻ പറ്റും. ശരിക്കും EFTയിലൊക്കെ പറയുന്നത് എന്താ വെച്ചാല് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കാൻ പറയും. അപ്പൊ നമുക്ക് തന്നെ ഒരു അവരിൽ നിന്ന് ഒരു കട്ട് വന്നു എന്നുള്ള ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട്, ഒരു ഫിസിക്കലായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരിൽ നിന്ന് അകലാം, ആ ഒരു ടോക്സിൻസിൽ നിന്ന് കളയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. ചില നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ നിന്നൊക്കെ നമ്മൾ ബൗണ്ടറി വെക്കാൻ പഠിക്കുക. എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം മതി നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് വിചാരിക്കുക. ബൗണ്ടറി വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഈ ഡാൻസ് ശൈലിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ വീട്ടിലെ ഉള്ള സാധനങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണടക്കാതെയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടോ, ഏതെങ്കിലും വ്യക്തികളുണ്ടോ അകലം പാലിക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേട്ടോ. ഒരു മിനിറ്റ്. ഏഴാമതായിട്ട് നമ്മൾ പറയുന്നത് ആയി.
മൊആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കൂട്ടുകാര്, സോൾമേറ്റ്സ് എന്ന് പറയും. ഒരു കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പായിട്ടുള്ളത്, നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റാവുന്ന ആളുകളുടെ ഗ്രൂപ്പ്. എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ ഗ്രൂപ്പ്? ഓക്കെ. അപ്പോ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തുറന്നു പറഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാണ് അല്ലെ. ഉള്ളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയി എന്നുള്ളതാണ്, നമ്മുടെ എനർജി കൂടും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജപ്പാൻകാരൊക്കെ ഇതിന്റെ മിടുക്കരാണ് കേട്ടോ. അവര് ഈവനിങ്ങിലൊക്കെ പാർക്കിൽ പോയിരുന്നിട്ട് കൂട്ടം കൂടിയിരിക്കും, പാർട്ടി നടത്തും. പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുത്തും. അവര് റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല മിടുക്കുള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മള് റിലേഷൻഷിപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. നമുക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സോഷ്യൽ മീഡിയ വന്നപ്പോ പിന്നെ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അല്ലെ. പക്ഷെ അതൊക്കെ ആദ്യം ആക്റ്റീവ് ആകും, പിന്നെ അതൊക്കെ അവിടെ എടുക്കും. പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് അല്ലെ, ഇല്ലായികൊന്നുമില്ല. അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ അവരുടെ കൂടെ ഒക്കെ പുറത്തു പോവുക, ആഘോഷിക്കുക, ഷെയർ ചെയ്യുക, ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നല്ലതാണ്, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ അത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി എട്ടാമത്തതാണ് ഗാമൻ. ഗാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥ പറയാം. ജപ്പാനിൽ തന്നെയുള്ള ഒരു മുളങ്കൂട്ടുണ്ട് കേട്ടോ, മുളകളുടെ കൂട്ടം. അതിലൊരു മുളംകുട്ടി ഉണ്ട്, കുഞ്ഞുകുട്ടി, മുളയുടെ കുഞ്ഞുകുട്ടി, അത്യാവശ്യം വലിപ്പൊക്കെ ഉള്ള കുട്ടി കേട്ടോ. അപ്പൊ അവിടെ നല്ല കാറ്റ് വീശിയപ്പോ ആകെ ആടി വലഞ്ഞപ്പോ മുളംകുട്ടി കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഒരു മുളയപ്പൂപ്പൻ ഉണ്ടായിരുന്നു. മുളയപ്പൂപ്പൻ പറയും, മുളകുട്ടി നീ ഇങ്ങനെ കരഞ്ഞ് ആർത്ത് വിളിക്കരുത്, അങ്ങനെ വിലപിച്ചിരിക്കാനൊന്നും പാടില്ല. നമ്മളത് നമ്മുടെ ശക്തിയില് നമ്മുടെ ഉള്ളിലേക്ക് ശക്തിയിൽ നോക്കേണ്ട സമയമാണ് ഇപ്പോ എന്ന് പറയും. നമ്മുടെ വേരിൽ ശക്തി കേന്ദ്രീകരിക്കുക, എന്നിട്ട് കാറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആടുക. നമ്മുടെ ശക്തി റെസിലിയൻസ് പിടിക്കേണ്ടത് ഈ സമയത്താണെന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. കുറച്ച് സമയം ഇപ്പൊ കാറ്റ് മാറി ഇവരെ ഈ മുളങ്കൂട്ടൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതിൽ നിന്നുള്ളത്. അപ്പൊ കുട്ടി അതിനെ റെസിലിയൻസ് പഠിച്ചതോട് കൂടിയിട്ട് മുളംകുട്ടി, അതാണ് ആ കഥ. അപ്പൊ ഇവര് പറയുന്നത് റെസിലിയൻസിന്റെ ഇമ്പോർട്ടൻസ്. ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ഇവർക്ക് റെസിലിയൻസ് പവർ വളരെ കൂടുതലാണ്. ഇവര് എപ്പോഴും വെള്ളപ്പൊക്കം, എന്താ പറയാ, സുനാമി, ഭൂകമ്പമൊക്കെ ഏത് സമയത്തും ഉണ്ടാവാം. അപ്പൊ ഇവര് പറയണത് എന്താ വെച്ചാല് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുക. ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, അപ്പൊ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയും. നമ്മള് നല്ലത് മാത്രം പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഫ്ലോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമാവില്ലേ. അപ്പോ നമ്മളെപ്പോഴും ഒരു പ്ലാൻ ബിയും കൂടി കരുതാനാണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ സ്ട്രോങ് ആയിട്ട് നേരിടാനുള്ള ശക്തി കിട്ടുന്നതാണ് പറയുന്നത്. അടുത്തതാണ് ഷിൻറിൻ യോക്കു. 9ാമത്തെ കാര്യം. ഷിൻറിൻ യോക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ബാത്തിങ് എന്ന് പറയും. കാട്ടിലൂടെ നടത്തുക, അല്ലെങ്കിൽ നേച്ചർ ബാത്തിങ് അങ്ങനെ പറയും. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകൃതിയിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയാം. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം എന്താ വെച്ചാല്, എനിക്ക് എപ്പോഴും എനർജി കുറയുന്ന ഒരു ടൈം ഉച്ച നേരത്താണ്. ഉച്ച നേരത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം വരും. അപ്പോ ആ സമയത്ത് എ സിയിലൊക്കെ ഇരിക്കുമ്പോ, ഇപ്പൊ പ്രത്യേകിച്ച് ചൂടുകാലത്ത് എ സിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടും, പക്ഷെ അതിനൊരു ജീവസ് ഉണ്ടാവില്ല. ഒരു വായുവിന് ജീവവായു കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തന്നെ ഇറങ്ങണം. അവിടെ പോയിട്ട് നമ്മൾ മരങ്ങളുടെ ഇടയിലൊക്കെ ഒന്ന് നടന്നിട്ട് ശുദ്ധവായു ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖം കിട്ടും, നല്ല എനർജി കിട്ടും. അപ്പൊ ഉറക്കം വരുമൊന്നുമില്ല, നല്ല ഓക്സിജൻ കിട്ടും എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും അറിയില്ല സംഭവം ഇങ്ങനെ ഷിൻറിൻ യോക്കു ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലെ, യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ വരിക വെക്കേഷൻ, സമ്മർ വെക്കേഷനിലായിരിക്കില്ലേ, സ്റ്റഡി ലീവ് ഒക്കെ. ഉച്ച നേരത്ത് വെയിലത്ത് നല്ല ഉറക്കമൊക്കെ വരും, ക്ഷീണം വരും. അപ്പൊ നമ്മൾ പുറത്ത് മരങ്ങളുടെ ഇടയിലൊക്കെ പോയിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എനർജി കിട്ടും. ഉച്ച നേരത്ത് നല്ല സുഖമാണ് ഉച്ച നേരത്തുള്ള കാറ്റ്, മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോ കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോ ഉച്ച നേരത്ത് നല്ല എപ്പോ വേണമെങ്കിലും നമ്മൾ പ്രകൃതിയിൽ ഇറങ്ങി നടക്കുമ്പോ നമുക്ക് ഹീലിംഗ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് നടക്കുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നടക്കണം. പിന്നെ കാഴ്ച കണ്ട് കേട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട്, അവിടെ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രുചി ആസ്വദിച്ച്,
ആ പ്രകൃതിയുടെ മണം ആസ്വദിച്ച് ഒക്കെ വേണം നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അതിൽ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ നടക്കണം എന്നുള്ളത്. അപ്പോ ഇതുകൊണ്ട് പ്രത്യേക ഗുണം എന്താ വെച്ചാല് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റും. ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറയും. അതാണ് ഷിൻറിൻ യോക്കു. നമുക്കൊന്ന് ഷിൻറിൻ യോക്കു ചെയ്ത് നോക്കിയാലോ, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാലോ. ഇപ്പോ റെഡിയല്ലേ എല്ലാവരും? ഒന്ന് കണ്ണടയ്ക്കുക, നട്ടല് നിവർത്തിയിരിക്കുക. ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് സാവധാനം പുറത്തേക്ക് വിടുക. Again, take a deep breath in, hold, breathe out. ബോഡി ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യുക. തല മുതൽ പാദം വരെ റിലാക്സ് ചെയ്യുക. മൈൻഡും റിലാക്സ് ചെയ്യുക. ബോഡി മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക. ഇനി വിഷ്വലൈസ് ചെയ്യുക, ഒരു ശാന്തമായ കാട്ടിലൂടെ നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓരോ ചുവടും സാവധാനം മൈൻഡ്ഫുൾ ആയിട്ടാണ് വെക്കുന്നത്. നിങ്ങളിപ്പോ ഭൂമിയെ തൊട്ടറിഞ്ഞുകൊണ്ട് കാൽപാദം തറയിൽ വെക്കുന്നത് തൊട്ട് അറിഞ്ഞുകൊണ്ട് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മരങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ ഇലകൾ ആടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇലകൾക്കിടയിലൂടെ വരുന്ന വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷികളുടെ കളകള പൂജനം കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാടിന്റെ മണം അതും ആസ്വദിക്കാൻ പറ്റുന്നു. ആ ഒരു തണുത്ത കാറ്റ് സ്പർശിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു തണുത്ത സ്പർശം കംപ്ലീറ്റ് ആയിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അവിടെയുള്ള കഴിക്കാൻ കഴിയുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിക്കുക. ആ ഒരു ശാന്തത അനുഭവിക്കുക. ഈ ഒരു കാംനെസ്സിന്, എനർജിക്ക് നന്ദി പറയാം. ഇപ്പോൾ കിട്ടിയ ഈ ഒരു ശാന്തതയോടുകൂടി, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കാം. എന്താണ്, എല്ലാവരും ഓക്കെ അല്ലേ? ഫീൽ ചെയ്യാൻ പറ്റിയില്ലേ? കാർഡൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു ഇവിടെ? നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? 9 ഫിലോസഫികൾ മാത്രമാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവർക്ക്. അതില് വൈലോപ്പിള്ളി കവിതേനെ പറ്റി പറയില്ലേ, കാച്ചിക്കുറുക്കിയ കവിത എന്ന്. അതുപോലെ ഇതിന്ന് കാച്ചിക്കുറുക്കി എടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതന്നെ 9 എണ്ണം മാത്രം. ഇതില് കുറെയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കുറെ തിയറികളൊക്കെ. അപ്പൊ അതിൽ ഒന്നുകൂടി അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇക്കിഗായിനെ കുറിച്ചിട്ടാണ്. ഇക്കിഗായ് എന്ന് പറഞ്ഞാല് പർപ്പസ്, മീനിങ് ഫുൾ ലൈഫിന് വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തത് കൈസൺ. കൈസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സ്റ്റെപ്സ് ആലോചിക്കുക. മൂന്നാമത്തെ ഹര ഹച്ചി പു, വയറ്
20-80 റൂള്. വയറ് 80% ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നത്. 4ാമത്തത് വാബി സാബി. വാബി സാബി എന്ന് പറഞ്ഞാല് എംബ്രേസ് ചെയ്യുക, ഇംപെർഫെക്ഷനെ എംബ്രേസ് ചെയ്യുക. 5ാമത്തെ ഷോഷിൻ. ഷോഷിൻ എന്ന് പറഞ്ഞാല് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്. 6ാമത്തെ ദാൻ ഷാരി. ദാൻ ഷാരി എന്ന് പറഞ്ഞാല് വൃത്തിയാക്കലിന്റെ പ്രിൻസിപ്പിള്, ആവശ്യമില്ലാത്തതൊക്കെ കളയുക, ലെറ്റ് ഗോ ചെയ്യുന്നത്. 7 ഷിൻറിൻ യോക്കു. ഷിൻറിൻ യോക്കു നമ്മളിപ്പോ ചെയ്തില്ലേ, ഫോറസ്റ്റ് വോക്ക്. 8 മൊആയ്, നമ്മുടെ സോൾമേറ്റ്സിന്റെ ഗ്രൂപ്പ്. 9 എന്ന് പറഞ്ഞാല് ഗാമൻ. ഗാമൻ എന്ന് പറഞ്ഞാല് റെസിലിയൻസിനുള്ള, ഉള്ളിൽ നിന്നുള്ള ശക്തി കണ്ടുപിടിക്കുക, അതിജീവിക്കാനുള്ള ആ ഒരു പവറിനെയാണ് പറയുന്നത് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ 9 കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ കൈസലില് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് സ്റ്റെപ്പുകൾ വെച്ചിട്ട് എല്ലാം കൂടി ഒറ്റയടിക്കൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് കുഞ്ഞായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും സെന്നും സെസ്റ്റൊക്കെ ഉയർത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. പർപ്പസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ, റെസിലിയൻസ് ഉണ്ടാവാൻ പറ്റട്ടെ, ദീർഘായുസ് ഉണ്ടാവട്ടെ, അങ്ങനെ സന്തോഷവാന്മാരായിട്ട് സന്തോഷവതികളായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷബ്ന മാം. വളരെ മനോഹരമായി തന്നെ ഈ ഒരു വിഷയം ഒരുപാട് അല്ലെ, ക്രീമും ചെറിയും ഒക്കെ വെച്ച് അലങ്കരിച്ച പോലെ വളരെ മനോഹരമായിരുന്നു ഉടനീളം ഈ സെഷൻ കേൾക്കാൻ. ഈ സെഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഫീഡ്ബാക്കോ ആഡ് ഓണോ ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ ഓൾ വെൽക്കം. താങ്ക് യു സോ മച്ച് അർച്ചന മാം. ശബന മാം, ബിജു സർ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇന്ന് രാവിലത്തെ കമന്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തിനാണ് ഇത്ര ടെൻഷനൊക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ വലിയൊരു ടെൻഷന്റെ ഒരു ഭാഗമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല പ്ലസന്റ് ആയിട്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല ഓരോ ഭാഗവും എന്താ പറയാ, വേണ്ട രീതിയിൽ വിശദീകരിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇനി ഞാൻ പോയിന്റ് വൈസ് പറയുന്നില്ല, എല്ലാം കൊണ്ട് നന്നായിരുന്നു. റിപ്പീറ്റേഷൻ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ തരത്തിലും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിംബിളിനൊരു മുതൽക്കൂട്ടും കൂടി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. ബിജു സർ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമന്റ്. ഓക്കെ, പറയൂ. ആരാ പറഞ്ഞു തുടങ്ങിയെന്ന് അറിയില്ല, ഞാൻ തുടങ്ങിയപ്പോ ആരോ തുടങ്ങിയായിരുന്നു. ഓക്കെ, അപ്പൊ ഷബ്ന മാം നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല എനർജി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ സെഷനും ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജപ്പാൻ വേ ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇക്കിഗായി തന്നെ ഒരു ബുക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഒരു വലിയ ബുക്കുകള്. ഞാൻ വിചാരിച്ചു അത് ഇവിടെ, അപ്പൊ അത് തന്നെ ഉണ്ട് കുറെ പറയാനല്ലേ, അതിനകത്തും കുറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കുറെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ബുക്ക് എന്തായാലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ സെൻ ആൻഡ് സെസ്റ്റ് എന്ന് വിചാരിച്ചു. ഒരുപാട് പോയിന്റ്സ് കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പൊ നമ്മളിതൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർ ഉയർത്തെഴുന്നേറ്റത്, അല്ലെങ്കിൽ അവരുടെ റെസിലിയൻസ് എങ്ങനെയായിരുന്നു, ജപ്പാനീസ് വേ ഓഫ് ലിവിങ്, അത് വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോളോ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളത് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ. താങ്ക് യു അംബിക മാം, താങ്ക് യു സോ മച്ച്. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ന് ജപ്പാനിൽ ഒരു എർത്ത് ഉണ്ടായിട്ടുണ്ട്, സുനാമി മുന്നറിയിപ്പും ഉണ്ട്. അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസ് അറിയില്ല ഇപ്പൊ എന്താ സംഭവിച്ചു എന്നുള്ളത്. എപ്പോഴും അവര് ഇതിന് പ്രിപ്പയർഡ് ആണ് കലാമിറ്റീസിന്. അപ്പൊ ആ ഒരു സബ്ജക്ട് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ആപ്റ്റും കൂടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും അവർക്ക് നല്ലത് വരട്ടെ, സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഷബ്ന മാം, അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കിനൊരു റീതിങ്ക് ചെയ്യാനും എവിടേക്കോ കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കാനൊക്കെ ഒരു ഓർമ്മിപ്പിക്കണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും, മെന്റൽ ഹെൽത്ത് ആണെങ്കിലും, ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും
അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ ജപ്പാൻകാരുടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മളെ ബിജു സാർ പറഞ്ഞ പോലെ ആ ന്യൂസ് കേട്ടിട്ടായിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് കയറിയത്. അപ്പൊ അവരെ പറ്റി അറിയുമ്പം ഞാൻ ഒന്നും ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഓരോ ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. നല്ല നാളെ ഒരു പ്രശ്നമില്ലാതെ ന്യൂസ് ഒക്കെ കേൾക്കട്ടെ. താങ്ക് യു സോ മച്ച് മാം. ഇനി താങ്ക് യു. ഇതുപോലത്തുള്ള സെഷൻസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഷാനാസ്. താങ്ക് യു സോ മച്ച്. ഷബ്ന, നല്ല ക്ലാസ് ആയിരുന്നു ട്ടാ. നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി തന്നെ ക്ലാസ് എടുത്തു. അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഫസിയ. ഹലോ ശബ്ന ഷബ്ന മാം. മാം. ഓക്കെ, എന്നാ പറഞ്ഞോ. പറഞ്ഞോളൂ ഹേമലത മാം. ഞാൻ ഹേമലതാന്ന് പരിചയപ്പെടുത്താൻ വരികയായിരുന്നു. നല്ലൊരു സെഷൻ എന്ന് പറഞ്ഞാൽ ആ ജാപ്പനീസ് വേ ഓഫ് റെസിലിയൻസ്, അതിന്റെ ആ ഓരോ പോയിന്റും ഓരോ ക്ലാസ് എടുക്കാനുണ്ട് ശരിക്കും അല്ലേ. ഓരോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ സെഷൻ ഉള്ളതുണ്ട്. അതെല്ലാം കൂടെ വൈലോപ്പിള്ളി കവിതയുടെ പോലെ കാച്ചി കുറുക്കി അതെല്ലാം കൂടെ നമുക്ക് ഒറ്റ സെഷനിൽ പറഞ്ഞു തന്ന് ഒരുപാട് നമുക്ക് അതിനെ പറ്റിയെല്ലാം കൂടുതൽ പഠിക്കണം തോന്നി. ആ പോയിന്റ്സ് ഓരോന്നെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കുറെ മടിയന്മാരാ പൊതുവെ. അപ്പോ നമുക്കെല്ലാം അനുകരിക്കാവുന്ന ജീവിതത്തിൽ പകർത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈയിടെ ഇതുപോലത്തെ ക്ലാസ്സുകൾ കുറച്ച് കേൾക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ ഇങ്ങനെ ജാപ്പനീസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഓരോന്നും കൂടുതൽ പഠിക്കണം എന്നുണ്ട്. ഈ ഒരു PPT നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഓഫ് കോഴ്സ് ഞാനിടാം. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു കാര്യത്തിന് ഉണ്ടാക്കിയതിന്. അതെ. താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു. താങ്ക് യു കൺഗ്രാറ്റുലേഷൻസ്. ഹേമലത മാം. താങ്ക് യു സോ മച്ച്. സംന മാം നേരത്തെ ഹലോ പറഞ്ഞിട്ട് ഷബ്ന മാം. ഇപ്പൊ സംന ഞാൻ മാം. കൂടുതലൊന്നും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. എനിക്കതില് ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടത് വബി സബി ഐ തിങ്ക് എംബ്രേസ് ഇംപെർഫെക്ഷൻ എന്ന ഒരു കോൺസെപ്റ്റ് എനിക്കത് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല ഞാൻ കുറെ ഈ ഇതായി എന്ന പുസ്തകം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ ഞാനത് വായിച്ചിട്ടില്ല. ഒരു പേജ് എടുത്ത് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാനത് എടുത്തു വെച്ചു. ഇപ്പൊ എനിക്കത് വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് താങ്ക് യു. കേസറിൽ പറഞ്ഞ പോലെ കുറച്ച് പേജ് ആയിട്ട് വായിക്കല്ലേ, കുറച്ച് ടോപ്പിക്സ് ആയിട്ട് വായിച്ചാല് പെട്ടെന്ന് നമുക്ക് വായിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യത്തെ പേജില് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനത് എടുത്തിട്ടില്ല. ഇങ്ങനെ എടുത്തു വെച്ചു. അപ്പൊ എന്തായാലും ഞാൻ വായിക്കും. താങ്ക് യു ഫോർ ദി സെഷൻ. താങ്ക് യു സന്ന മാം. ഇനി ആരെങ്കിലും ഉണ്ടോ ആഡ് ഓൺ ചെയ്യാൻ? ഇല്ലാന്നുണ്ടെങ്കിൽ വി ഷൽ വൈൻഡ് അപ്പ്. ഓക്കെ, ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരു വിഷയത്തിന്റെ മുകളിൽ ഒരുപാട് ഡെക്കറേഷൻ അല്ലെ, ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് ഇനി കാര്യം. ഇത്രയധികം വിഷയങ്ങൾ മാം പറഞ്ഞത് മാതിരി എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മൾ പറയാറുള്ള പോലെ കൺസിസ്റ്റൻസി ആണ് എല്ലാത്തിലും ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഒരു ചെറിയൊരു സ്റ്റെപ്പ് ആണെങ്കിൽ പോലും അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളവിടെയാണ് നമ്മുടെ വിജയം എന്നുള്ളത്. നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിച്ച് ആ വിജയം കണ്ടെത്തണം എന്നുള്ളത്. മാം പറഞ്ഞ പല കാര്യങ്ങളും റിലേറ്റബിൾ ആയിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത്, ഓഫേഴ്സ് കണ്ടെടുക്കുന്നത്, അങ്ങനെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉള്ളതാണ്. റെസൊല്യൂഷൻ, ന്യൂ ഇയർ റെസൊല്യൂഷൻ, അത് സത്യമാണ്. ഞാൻ ഈ വർഷം ഒരു റെസൊല്യൂഷൻ എടുത്തില്ല. ബിക്കോസ് ഐ എം ഷുവർ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം ചെയ്യില്ല. അപ്പൊ ചെയ്തില്ല എന്നുള്ള നാറ്റപ്പേരും കൂടി വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിമ്പിളിന്റെ മോർണിംഗ് ക്ലാസ് കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചു, വേണ്ട റെസൊല്യൂഷൻ വേണ്ട, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയണത്, അറിയുമെങ്കിൽ പോലും കണ്ണടച്ച് മൈൻഡാക്കാതെ വിടുന്ന ഒരുപാട് വിഷയങ്ങളെല്ലാം
ഓടിച്ചു പറഞ്ഞു, എല്ലാ ഏരിയാസും കവർ ചെയ്തു. വളരെ മനോഹരമായിരുന്നു ഷബ്ന മാം. അതുപോലെ തന്നെ ഷബ്ന മാമിന് നല്ലൊരു ഇൻട്രോ തന്ന സംന മാമിനും രണ്ടുപേർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ സെഷനിൽ ഇത്രയും നേരം ഉടനീളം നിൽക്കുകയും ഇൻപുട്സ് ഒക്കെ തരികയും റെസ്പോൺസ് തരികയും ചെയ്ത എല്ലാ ഓഡിയൻസിനും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അപ്പോഴും ഇതുപോലത്തെ ഒരു സപ്പോർട്ട് ആൻഡ് റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night. Good night.